ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മ നിമജ്ജന ചടങ്ങിനായി അവന്തിക അനഘയും അർച്ചനയും കൂടി കെട്ടിയിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാൽ തക്ക സമയത്ത് തന്നെ അവിടേക്ക് നന്ദനും സച്ചിയും ധനുഷും കൂടി എത്തുകയാണ്. തുടർന്ന് അവന്തികയോട് അർച്ചന പറയുകയാണ്, എന്താണെങ്കിലും ഈ ഒരു ചടങ്ങിന് ഞാൻ വേണമെന്ന് നിനക്ക് നിർബന്ധമായിരുന്നല്ലോ. എന്താണെങ്കിലും അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങൾ എന്താണെങ്കിലും ഇനി ചടങ്ങ് ചെയ്തോളാനായി അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഈ ചടങ്ങ് വേണ്ടെന്ന് തന്നെ വെക്കുക. എൻ്റെ അച്ഛന് മോക്ഷം കിട്ടണ്ട. ചേച്ചി അങ്ങനെയൊന്നും പറയരുതെന്ന് അനഘ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവന്തിക അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന പറയുകയാണ്, അനഘേ, അത് നിന്റെ അച്ഛൻ കൂടിയാ. അതുകൊണ്ട് നിന്റെ അച്ഛന് മോക്ഷം കിട്ടേണ്ടത് നിന്റെയും കൂടി കടമയല്ലേ. അതുകൊണ്ട് അനഘയെ കൊണ്ട് തന്നെ ചടങ്ങുകളെല്ലാം ചെയ്യിപ്പിക്കുകയാണ് അർച്ചനയും ധനുഷും നന്ദനും ചേർന്ന്. അങ്ങനെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ തൻ്റെ അച്ഛനു വേണ്ടി ബലിയിട്ട് ആ ആത്മാവിന് മോക്ഷം കൊടുക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ചെല്ലുന്ന അവന്തിക ദേഷ്യത്തോടെ നിൽക്കുന്നതാണ്. എൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആരോ എന്നെ ചതിക്കുന്നുണ്ട്. എനിക്കിട്ട് നല്ല പണിയും തരുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ എന്താണെങ്കിലും ഉടൻ തന്നെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാൽ പിന്നെ അവരെ അവന്തിക ജീവനോടെ വെച്ചേക്കില്ലെന്നും അവന്തിക ദേഷ്യത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് പേടിയോടെ നിൽക്കുകയാണ് മൂർത്തിയും അനിരുദ്ധനും. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന് ശേഷം എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നതാണ്. അങ്ങനെ അർച്ചനയുടെയും സച്ചിയുടെയും താലി കെട്ടുന്ന ദിനം വന്നെത്തിയിരിക്കുന്നു. സച്ചി നിറ മനസ്സോടെ തന്നെ പെരുണ്ണാപുരത്തപ്പന്റെ മുന്നിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോഴും സച്ചി തന്നോടൊന്നും തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ മനസ്സിൽ നിറയെ ആശങ്കകളുമായാണ് അർച്ചന സച്ചിക്ക് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പെരുവണ്ണാപുരത്തപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് സച്ചി അർച്ചനയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതാണ് കാണിക്കുന്നത്. ഇനി രണ്ടുപേരും പരസ്പരം തുളസി മാലകൾ അണിയിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർക്കുന്നതാണ് കാണിക്കുന്നത്. പെരുവണ്ണാപുരത്തപ്പന്റെ ക്ഷേത്രത്തിലേക്ക് താലികെട്ട് ചടങ്ങിന് വരുന്നതിന് മുമ്പ് അർച്ചനയ്ക്ക് തന്റെ ഫോണിൽ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സച്ചിയുടെയും ലച്ചുവിന്റെയും ആയിരുന്നു. ലച്ചുവിന് വയ്യാഞ്ഞപ്പോ ലച്ചുവിനെ സച്ചി താങ്ങി പിടിച്ചതും ലച്ചുവിന് ആഹാരം വാരി കൊടുക്കുന്നതും അങ്ങനെ ലച്ചുവുമായിട്ടുള്ള ഓരോരോ വീഡിയോയും കണ്ട് ആകെ മനസ്സ് തകർന്ന് നിൽക്കുകയായിരുന്നു അർച്ചന. അങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന അർച്ചനയുടെ നെറ്റിയിലേക്ക് സിന്ദൂരം ചേർത്തുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അർച്ചനയ്ക്ക് സച്ചിയെ മനസ്സിലാക്കാൻ സാധിക്കുമോ, അതോ അവന്തികയുടെ ചതിക്കുഴിയിൽ അർച്ചന വീണു പോകുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.